ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പണിക്ക് പോകുന്ന വീട്ടിലെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ചായക്കടി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് മത്തിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇന്ന് മത്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നല്ല ഫ്രഷ് മത്തി കേട്ടോ, അടിപൊളി മത്തിയാണ് കിട്ടിയത്. അപ്പോൾ പുട്ടിങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ഞാൻ പുട്ടും ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. രാവിലത്തെ ആ ഒരു ടൈമാണ്. അവിടെ ചായക്ക് വേണ്ടി അപ്പം കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പന് വേണ്ടിയിട്ട് വേഗം 2 കഷ്ണം പുട്ട് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മീനൊക്കെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇന്ന് അമ്മേനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകേണ്ട ദിവസമാണ്. അപ്പോൾ വേഗം പണി കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാനുള്ളൊരു തിരക്കിലാണ് കേട്ടോ ഞാനിന്ന്. അപ്പോൾ നേരത്തെ ടോക്കൺ ബുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് 2 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണം. അപ്പോൾ ഞാൻ പിന്നെ വേഗം പണി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു വേഗം പണിയൊക്കെ കഴിച്ചിട്ട് പോയിക്കോ പറഞ്ഞപ്പോൾ ഞാൻ വേഗം തിരക്കിലാട്ടെന്ന്. അപ്പോൾ ഇന്ന് അമ്മനെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസമാണ്, ഡോക്ടറെ ഫോളോ അപ്പ് ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ. അപ്പം ഇന്ന് പോയാൽ അറിയാം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ, ഡോക്ടർ എന്താ പറയണമെന്നൊക്കെ അറിയാം. അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ തക്കാളിയും പച്ചമുളകൊക്കെ വഴറ്റാണ് കേട്ടോ കറിക്ക് വേണ്ടിയിട്ട്. എന്നും ഇങ്ങനെ ചെയ്യൽ അതുപോലെ തന്നെയാട്ടോ എന്നും ചെയ്യണത്. എന്നും നമുക്ക് ഒരേപോലത്തെ വീഡിയോ ആണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ എന്നും അങ്ങനത്തെ കുക്കിംഗ് വ്ളോഗായിട്ടാണല്ലോ നമ്മൾ വരൽ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതാ തക്കാളി ഉള്ളിയൊക്കെ വാട്ടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മത്തിക്കറിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ അവിടെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിൻ്റെ ശേഷം ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്താൽ നല്ല അടിപൊളി ഉപ്പേരി തന്നെയാണ് കേട്ടോ ഇന്നും. അപ്പോൾ സംഭവമൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എല്ലാം ആവണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക തന്നെയാണ് കേട്ടോ ഉപ്പേരി, വെണ്ടയ്ക്ക തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം അപ്പന് വെണ്ടയ്ക്കുപ്പേരി നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇന്നും വെണ്ടയ്ക്കുപ്പേരി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ മത്തിക്കറിയിൽ വേണ്ടിയിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിന് കേട്ടോ. ഇനി അതിലേക്ക് ഒന്ന് മീനിട്ട് കൊടുക്കേണ്ടതേ ഉള്ളൂ. കറി ഒന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാൻ നമുക്ക്. അപ്പോൾ ചോറ് ഏകദേശം ഒരു വേവായതിൻ്റെ ശേഷം ഞാൻ റൈസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇനി അതിൽ കിടന്നത് റെഡി ആയിക്കോളും. അപ്പോഴേക്കും നമ്മളെ കറിയായി ഉപ്പേരിയായി എല്ലാം ആയി ചോറ് വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാനിതാ പണിസ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇതാ വീട്ടിലെത്തിയിട്ടോ. ബാക്കി വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, ചെറുതായി മാത്രമേ വീഡിയോ എടുക്കണുള്ളൂ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നല്ല മഴയാട്ടോ. ഈ നല്ല പെരും മഴയത്ത് എങ്ങനെ ആശുപത്രിയിൽ പോകുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പോയേ പറ്റുള്ളൂ. ആശുപത്രിയിൽ പോകേണ്ട ഡേറ്റൊക്കെ കഴിഞ്ഞിട്ട് 2-3 ദിവസമായി. അപ്പോൾ ഇന്ന് പോകാമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ടോക്കണൊക്കെ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പം കുറച്ച് ദൂരം നടന്നിട്ട് വേണം ബസ് കയറാൻ പോകാനായിട്ടോ. അപ്പോൾ അമ്മ മുന്നിൽ നിന്ന് നടക്കുന്നുണ്ട്. റോട്ടുമ്മലൊക്കെ നല്ല വെള്ളമായിട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ നോക്കും വേണ്ട, ഇതിലൊക്കെ എങ്ങനെയാണ് കുട്ടികൾ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നേരെ ഞങ്ങൾ നടന്ന വഴിയൊന്ന് കാണിച്ചു തരാൻ കേട്ടോ. ഒരുപാട് വെള്ളം ഉണ്ടാവും ഇവിടെ. ഈ വെള്ളമൊന്നുമല്ല, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ആ മതിലിൻ്റെ അത്രയും വെള്ളം ഉണ്ടായ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ആദ്യം ഒരു വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ആ ഒരു സമയത്ത്. അപ്പോൾ ഞാനും അമ്മ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അമ്മ മുന്നിൽ നടക്കുന്നുണ്ട്, ഞാൻ ബാക്കിൽ വീഡിയോ എടുത്ത് അങ്ങനെ നടക്കുകയാണ്. മഴ ആയതുകൊണ്ട് തന്നെ ആരും അങ്ങനെ റോട്ടുമ്മൽ ഇല്ല കേട്ടോ, അതുകൊണ്ട് വീഡിയോ എടുത്ത് നടക്കാൻ നല്ല സുഖമായിട്ടോ. അപ്പോൾ അമ്മ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുകയാണ്. അപ്പം അതനുസരിച്ച് ഞങ്ങളിങ്ങനെ വർത്തമാനങ്ങൾ പറഞ്ഞിങ്ങനെ പോവാണ്. ബസ് കിട്ടിയിട്ട് വേണം അപ്പോൾ അവിടെ എത്താൻ എന്നുള്ളത് ഞാൻ അമ്മയോട് ഇങ്ങനെ പറയാം. അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുണ്ട്. ഈ ഹോസ്പിറ്റലിലേക്ക് ബസ് പോണ റൂട്ട് അതാണ് കേട്ടോ. അപ്പോൾ നല്ല സ്പീഡിൽ അമ്മ പോകുന്നുണ്ട്. മഴ കുറച്ച് തോർന്നാണ്. അപ്പം വേഗം നടക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ വേഗം നടക്കുന്നുണ്ട് കേട്ടോ. ഷീറ്റും കാര്യങ്ങളൊക്കെ അമ്മേൻ്റെ അടുത്തുണ്ട്, ഫയലിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം പാടത്തൊക്കെ നല്ലോണം വെള്ളം നിറഞ്ഞിരുന്നു കേട്ടോ. നല്ല വെള്ളം നിറഞ്ഞെന്ന് പറയാം, നല്ല വെള്ളം നിറഞ്ഞാണ്. അപ്പോൾ അതാ ബസ് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് ഇതാ ഞങ്ങളെ മണ്ണൂർ പഴയ ബാങ്കാണ് കേട്ടോ ഇവിടെ. പഴയ ബാങ്കിൽ നിന്ന് അവിടേക്ക് പറയാം. അപ്പം ബസ്സൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. നല്ല ഹൈവേ റോഡാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മഴ അടുത്തത് വരുന്നുണ്ട്. അപ്പോഴേക്കും ബസ് വന്നാൽ വേഗം കയറാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോഴേക്ക് ബസ് വന്നു കേട്ടോ, പെട്ടെന്ന് തന്നെ ബസ് വന്ന് ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. നല്ല മഴയായാലും വെയിലായാലും നമുക്ക് എന്താ പറയുക ഹോസ്പിറ്റലിൽ പോകണത് നിർത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പം ബസ്സിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് പരപ്പനങ്ങാടി ചെട്ടിപ്പടി ആ റൂട്ടിൽ പോണ ബസ്സാട്ടെ ഞങ്ങൾക്ക്. ഈ ബസ് പോയാൽ പ്രൈവറ്റ് ബസ്സാണിത്. അപ്പോൾ എന്താ പറയുക പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോപ്പാണ്. പെട്ടെന്ന് വേഗം എത്തും കേട്ടോ. ബൈപ്പാസ് റൂട്ടിനൊക്കെയാണ് പോകുക, അതുകൊണ്ട് പെട്ടെന്ന് എത്തും. അങ്ങനെ ഞങ്ങൾ ഫറൂഖിലെത്തി കേട്ടോ. ഞങ്ങളെ നാട്ടിൽ തന്നെ, അനീഷേട്ടൻ്റെ നാട്ടിൽ കേട്ടോ, ഞങ്ങളെ നാട്ടിലില്ല, അനീഷേട്ടൻ്റെ നാട്ടിൽ. ഇതാണ് ഫറൂഖിൽ കേട്ടോ. ഇപ്പോൾ ഫറൂഖ് ബസ് സ്റ്റാൻഡ് ഇവിടെ ആളെ ഇറക്കി ഇവിടുന്ന് കുറച്ച് ആളെ കയറ്റിയിട്ടൊക്കെ പിന്നെ ബസ് പോവുള്ളൂ. എന്തായാലും ഇത് വേറൊരു റൂട്ടിലേക്കാട്ടോ പോവുക. പിന്നെ ഈ ബസ് പോവുക
അങ്ങനെ എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കുള്ളൊരു പോക്കിലൊക്കെയാണ്. പിന്നെ ഡോക്ടറെ കാണിക്കുന്നതും കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കണില്ല കേട്ടോ. കാരണം അവിടെ ഒരുപാട് ആൾക്കാർ ഇന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എടുക്കണം എന്താ പറയുക, വീഡിയോ പോണതിൻ്റെ സമയം കൊണ്ട് തന്നെ പറയണം, എടുക്കാൻ പറ്റിയിട്ടില്ല. അത്രയും തിരക്കാണ് അവിടെ ഉള്ളത്. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയാൽ തന്നെ നമുക്ക് അറിയാമല്ലോ, അവിടെ എത്തിയാൽ പിന്നെ നമുക്ക് വെറും ടെൻഷനൊക്കെ ആയി. അതുകൊണ്ട് പിന്നെ അതിനോട് വലിയ ഒരു ഇതൊന്നും ഇല്ല. അങ്ങനെ എന്തായാലും കുറേ നേരം അവിടെ ഇരുന്നതിൻ്റെ ശേഷം, എന്താ ഹോസ്പിറ്റലിലൊക്കെ എത്തിയതിൻ്റെ ശേഷം കുറേ നേരം ഇരുന്നതിന് ശേഷം ഡോക്ടറെ കാണിച്ച് ഇറങ്ങി കേട്ടോ. അമ്മനോട് ഞാൻ പറയണം, ഒരു ചായയൊക്കെ വാങ്ങി തന്നൂടെ, ഞാൻ നിങ്ങളെ കൂടെ ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വരുന്നുണ്ടല്ലോ, ഒരു ചായയൊക്കെ വാങ്ങി തന്നൂടെ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അമ്മ പറയാം, വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാം, നമുക്ക് കടിയൊക്കെ വാങ്ങി പോവാമെന്നൊക്കെ പറയാന്ന് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഉണ്ടല്ലോ അവിടെ, അപ്പം വീട്ടിൽ പോയിട്ട് ചായ കുടിക്കണം. അപ്പോൾ അതാ കാണിച്ചിട്ട് അങ്ങനെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. നമ്മളെ വീഡിയോ നടക്കണോണ്ട് തന്നെ ക്യാമറയ്ക്ക് നല്ല ഇളക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ ചാറി കേട്ടോ. ഇനി കുറേ നേരം ഇവിടെ നിന്നാലേ ബസ് കിട്ടുള്ളൂ നാട്ടിലേക്കുള്ള. ഭയങ്കര ഇതാണ് ഇവിടുന്ന് കിട്ടാൻ. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സൊക്കെ കയറി നാട്ടിലെത്തി. അപ്പോൾ മാമൻ്റെ വീട് വരെ ഒന്ന് പോവാൻ വിചാരിച്ചിട്ടോ. മാമൻ്റെ മോള് പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുട്ടീനെ കാണാൻ പോവാം, ഏതായാലും വന്ന വഴിയല്ലേ, അപ്പോൾ നേരെ പോവാമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ മാമൻ്റെ വീട് പുഴവക്കത്താണ് കേട്ടോ. ഞങ്ങളെ ശ്മശാനം കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്താണുള്ളത്. അപ്പോൾ ആ വഴി കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ എത്താനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് വീടൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല കേട്ടോ. അത് ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അങ്ങനെ താല്പര്യമില്ലാത്ത ഒരു കൂട്ടത്തിലാണ് വീഡിയോ എടുക്കുന്നതിനോടൊക്കെ കേട്ടോ. അവൾക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല, ഹോസ്പിറ്റൽ വ്ളോഗ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അതും കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഓൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അതാ പാടത്തൊക്കെ നല്ല വെള്ളമുണ്ട്. കുട്ടികളൊക്കെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് ഇട്ടത്. പുഴയൊക്കെ അടുത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.